അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഞാനിതേ വിളക്ക് വെക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പതിവില്ലാതെ വൈകുന്നേരം കുളിച്ചത് എന്തിനാന്ന് വെച്ചാൽ ഞങ്ങൾ അഖണ്ഡനാമം കാണാൻ പോവുകയാണ്. ഞങ്ങളുടെ നാട്ടിൽ, അതായത് തോട്ടുമുക്കം മാടാമ്പി അയ്യപ്പ ക്ഷേത്രത്തിൽ അഖണ്ഡനാമമാണ് കേട്ടോ. അപ്പോൾ അത് കാണാൻ പോവാൻ വേണ്ടിയിട്ടാണ് കുളിയൊക്കെ കഴിഞ്ഞ് റെഡി ആകുന്നത്. അപ്പോൾ പകൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചു എനിക്ക് വീഡിയോ ഒക്കെ എടുക്കണം. അപ്പോൾ രാത്രിയാകുമ്പോൾ ഒരു വേറെ രസമായിരിക്കുമല്ലോ വീഡിയോ എടുക്കുമ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു രാത്രി പോകാമെന്നുള്ളത്. അപ്പോൾ ദിയ ചേച്ചീൻ്റെ ഒക്കെ കൂടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം ഞങ്ങളുടെ കൂടെ പോരുന്നില്ല. ഞാനും കുട്ടാറിനും അബിയും അല്ലും കൂടിയാണ് കേട്ടോ പോകുന്നത്. പിന്നെ വിളക്ക് വെച്ച് ഞാൻ കുറച്ച് സമയമൊക്കെ നാമം ചൊല്ലി അവിടെ അങ്ങനെ ഇരുന്നു കേട്ടോ. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മക്കളൊക്കെ ഏട്ടൻ്റെ വീട്ടിലേക്ക് ശരണ വിളിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ വൃശ്ചിക മാസം ആയതിനു ശേഷം ഞാൻ മാത്രമേ ഉണ്ടാവാറുള്ളൂ കേട്ടോ വിളക്ക് എത്തിച്ചിങ്ങനെ നാമം ചൊല്ലാൻ. പിന്നെ അവർ അവിടെ നിന്ന് ശരണം വിളിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടുത്തെ നാമജലമൊക്കെ കഴിയുമ്പോഴേക്കും അവിടെ നേരം വൈകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അവരങ്ങനെ നേരത്തെ പോകുന്നത്. അപ്പോൾ ഏതായാലും ഇന്ന് എല്ലാ പണികളും നേരത്തെ കാലത്തെ തീർത്ത് വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് അമ്പലത്തിൽ പോകാനുള്ളതായതുകൊണ്ട്. പിന്നെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ താഴേക്ക്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ അല്ലുവിനോട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുകയാണ്, എനിക്ക് എന്താ ഈ കൊണ്ടുവരിക എന്നൊക്കെ ഉള്ളത്. അവിടെ കുറേ കടകളൊക്കെ ഉണ്ടാവും. അപ്പോൾ എന്താ കൊണ്ടുവരിക എന്നുള്ളത് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. എത്ര പൈസ ഉണ്ട്? എത്ര ഇതിലേതാ? 10 രൂപ ഏതാ? ഏതാ 10? ഒന്ന് 10 രൂപ, ഒന്ന് നീല രൂപ അല്ലേ? അപ്പോൾ അവിടെ നിന്ന് ശരണം വിളിച്ച് വന്നപ്പോൾ ഓൻ്റെ ടാട്ടച്ചനും അച്ഛമ്മയൊക്കെ പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തോ JCB ലോറിയോ എന്തൊക്കെ വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് പൈസയൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് കൊണ്ടുവന്ന സമയത്ത് എന്നോട് 10 രൂപ 10 എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ എന്തോ ആൾക്ക് ഭയങ്കര കൊഞ്ചലായി. പിന്നെ 10 എന്നൊന്നും പറയണില്ല. പിന്നെ നീല പൈസ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും ഞങ്ങൾ ഒരുങ്ങി മാറ്റി റെഡിയായി അവിടെ എത്തിയിട്ടുണ്ട്. രാത്രിയാകുമ്പോൾ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ, ചുറ്റിനും ലൈറ്റൊക്കെ ഇട്ടിട്ട്. അപ്പോൾ വഴിയിലൊക്കെ ഇങ്ങനെ നമ്മുടെ ശർക്കര മുട്ടായിയൊക്കെ ഉണ്ടാക്കുന്ന കടകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ ടോയ്സിൻ്റെ കടകൾ, പിന്നെ കുപ്പിവളകൾ, അങ്ങനെ കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്പലത്തിലാണ് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. സ്വാമിമാരായാലും ഇനിയിപ്പോൾ കാണാൻ വന്നവരായാലും എങ്ങനെയായാലും നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ദിയ പോയപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഉച്ചയ്ക്ക് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ശനിയാഴ്ച ആയതുകൊണ്ടാണ് തോന്നുന്നു, മക്കൾക്കൊന്നും ക്ലാസ്സൊന്നും ഇല്ലാത്ത ദിവസമല്ലേ. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് തോന്നുന്നു കേട്ടോ. ഏതായാലും നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ ഇങ്ങനെ ഈ അഖണ്ഡനാമമൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം നമുക്ക് ഏതായാലും ശബരിമലയ്ക്ക് പോകാനോ ഒന്നും പറ്റൂല. അപ്പോൾ നമുക്കിതൊക്കെയല്ലേ പറ്റുള്ളൂ, ഇങ്ങനെ അഖണ്ഡം കാണുക, അതേപോലെ എവിടെയെങ്കിലും ഭജന ഉണ്ടെങ്കിൽ അത് കാണുക. അപ്പോൾ ഏതായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഈ അഖണ്ഡനാമത്തിനൊക്കെ പോകുന്നത്. പിന്നെ കാര്യമായിട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അമ്പലത്തിൽ പോയിട്ട് ഉപ്പുമാവും പുഴുക്കും കഴിക്കാമല്ലോ, അതും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ രാത്രി പോകാനുള്ള മെയിൻ റീസൺ അതാണ് കേട്ടോ. ഉച്ചയ്ക്ക് ആകുമ്പോൾ പിന്നെ സാധാ ചോറൊക്കെ അല്ലേ, ചോറ് സാമ്പാർ ഇതൊക്കെ അല്ലേ, അതിപ്പോൾ നമ്മൾ വീട്ടിൽ നിന്നും കഴിക്കണമല്ലേ. പിന്നെ അപ്പോൾ അമ്പലത്തിൽ നിന്നാവുമ്പോൾ ഉപ്പുമാവ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണ്, എന്നാലും അമ്പലത്തിൽ നിന്ന് കിട്ടുമ്പോൾ ഒരു എനിക്കറിയില്ല വേറൊരു ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഏതായാലും അങ്ങനെ
പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. നല്ല ക്യൂ ആയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും പരിപാടിക്കൊക്കെ വരുമ്പോൾ നമ്മളെ നാട്ടിലുള്ള എല്ലാവരും ഇങ്ങനെ കാണുമല്ലോ. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരെയൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ പിന്നെ ഞാനും അല്ലും കൂടെ ക്യൂവിൽ നിൽക്കാമെന്ന് വിചാരിച്ചിങ്ങനെ നിന്നു. കുട്ടാറിനാണെങ്കിൽ അവിടെ എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഇത് 2 വല്യമ്മമാർ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നേ കൈ നോക്കാൻ. ഒരാളുടെ അടുത്ത് നമ്മുടെ എന്താ പറയുക തത്തമ്മയുടെ അങ്ങനെ ഷീട്ട് എടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, അതായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും ഞാനും എല്ലാം കൂടെ ക്യൂവിൽ നിന്ന് ഉപ്പുമാവും പുഴുക്കും കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കുട്ടാടന് വലിയ താല്പര്യമില്ല. കുട്ടാട വിചാരിച്ചത് ചോറെന്തോ ആയിരിക്കും, ചോറ് കഴിക്കാമെന്നൊക്കെയാണ് കേട്ടോ. ഉപ്പുമാവാണെന്നുള്ളത് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് വീട്ടിൽ നിന്നേ ഇങ്ങനെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, മിക്കവാറും ഉപ്പുമാവും പുഴുക്ക് തന്നെയാവും എന്നുള്ളത്. ഉച്ചയ്ക്ക് നല്ല സദ്യ വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ചോറ്, സാമ്പാർ, രസം, അങ്ങനെ കുറേ വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് സന്തോഷം തോന്നിയൊരു നിമിഷം എന്താണെന്ന് വെച്ചാൽ 1-2 ആളുകൾ എന്നോട് ചോദിച്ചു കേട്ടോ. അതായത് എൻ്റെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ഈ ഉപ്പുമാവും പുഴുക്കൊക്കെ വിളമ്പി തരുന്നവരുണ്ടല്ലോ, അപ്പോൾ ഞങ്ങൾ എടുക്കല്ല കേട്ടോ, വൈറലാക്കല്ല കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഉപ്പുമാവിൻ്റെയും പുഴുക്കിൻ്റെയും കാര്യം പറയുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ ശർക്കര കാപ്പിയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ചൂടുള്ള ശർക്കര കാപ്പി. കുട്ടാറിന് പുഴുക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഉപ്പുമാവ് മാത്രമാണ് കേട്ടോ വാങ്ങി കഴിച്ചത്. പിന്നെ അതേ കുഞ്ഞൂസിനെയും ജാനേച്ചിനെയും നീതുവിനെയൊക്കെ കണ്ടു. അവരെ ഞങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, അവിടെ അഖണ്ഡം കണ്ടിരിക്കുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ കുറച്ച് സമയമൊക്കെ ഇങ്ങനെ അഖണ്ഡം ചവിട്ടിയിട്ട് പിന്നെ കാപ്പി കുടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ 2 പേരും കന്നിസ്വാമിമാരാണ്. അപ്പോൾ അവർ ചായ കുടിക്കട്ടെ, ഞങ്ങൾ ചായ കുടിച്ച് തിരിച്ച് പോവുകയാണ് കേട്ടോ. പോണ സമയത്താണ് അവരെ കണ്ടത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ, നല്ല രസമാണ്. ഇങ്ങോട്ട് ആ റോഡ് സൈഡിൽ ഒരു അരുവിയും പാറക്കെട്ട് അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അല്ലുവിനെ പിന്നെ നോക്കണ്ട, അല്ലു അങ്ങോട്ട് പോകുമ്പോൾ തന്നെ കുറേ കടകളൊക്കെ കണ്ടു വെച്ചിട്ടാണ് കേട്ടോ പോയത്, എന്തൊക്കെ വാങ്ങണം. മാലേന്റെ ലോക്കറ്റ് പിന്നെ മോതിരം നോക്കട്ടെ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ദിയയ്ക്ക് പിന്നെ ഞാനൊരു റിങ്ങൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ വാങ്ങി ഞങ്ങളിങ്ങനെ തിരിച്ച് പോരുമ്പോഴാണ് ഐസ്ക്രീമിൻ്റെത് കണ്ടത്. അപ്പോൾ അല്ലൂന് എന്തായാലും അത് വേണം. നല്ല ജലദോഷമൊക്കെ ഉണ്ട് കേട്ടോ, പിന്നെ മഞ്ഞും ആണല്ലോ. അപ്പോൾ ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ, അത് വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുമായിരുന്നു. അപ്പോൾ പിന്നെ ഏതായാലും വാങ്ങി കൊടുത്തു. അവർ 2 പേരും ചോക്ലേറ്റിൻ്റെ ആണ് കേട്ടോ വാങ്ങിയത്, ഞാൻ പിസ്തയാണ് കേട്ടോ. ഞാനൊന്ന് മാറ്റി പിടിച്ചു. അപ്പോൾ ഇങ്ങനെ പിസ്തേൻ്റെ ക്രഷുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൽ, നല്ല രസമുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ തിരിച്ച് പോവുകയാണ് കേട്ടോ. അപ്പം നല്ല തണുപ്പായിരുന്നേ, ഇപ്പോൾ പൊതുവേ തണുപ്പാണല്ലോ. അപ്പോൾ എന്താ പറയുക, നല്ല മഞ്ഞും തണുപ്പും ഒക്കെ കൂടെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ രാത്രിയിലെ ഈ ഒരു യാത്ര. പിന്നെ വലിയ തിരക്കോ കാര്യങ്ങളൊന്നുമില്ല, വണ്ടികളുടെ ഒച്ചയും ബഹളവും ഒന്നുമില്ല. അപ്പോൾ ഏതായാലും ഇങ്ങനെ എന്താ പറയുക ശാന്തമായിട്ട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വീട്ടിലേക്ക്. ദിയാണെങ്കിൽ ഏട്ടൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ അവൾ ഫുഡൊക്കെ കഴിച്ച് കിടന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എത്തിയപ്പോഴേക്കും. ഞങ്ങളിതേ വീട്ടിലെത്തി. പിന്നെ കുട്ടാടൻ പോയിട്ട് ഓളങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു കേട്ടോ. അങ്ങനെ വീട്ടിലെത്തി. പിന്നെ അപ്പോഴേക്കും തന്നെ ജെ സി ബി അല്ല കേട്ടോ, ഇറ്റാച്ചാണ്. അതിൻ്റെ പാർട്സൊക്കെ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ മാറ്റി കൈയും കാലൊക്കെ കഴുകിയിട്ട് കിടന്നുറങ്ങിയിട്ടോ. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏതായാലും വീണ്ടും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.